നമ്മുടെ പരുകൾ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് വണ്ടി കയറുകയാണ്. ഇത് അപ്പയും അമ്മയും കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ബസ് എടുക്കുമ്പോൾ മറ്റേ പ്രവാസികൾ ഫ്ലൈറ്റിൽ കയറുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് പിന്നെ 1 മാസത്തേക്കുള്ള പ്രവാസ ജീവിതമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും. മാസത്തിലൊരിക്കൽ വീട്ടിൽ പോകും. എങ്കിലും വീട് വിട്ട് വരിക എന്ന് പറയുന്നത് 10-26 വയസ്സായാലും ഒരു സങ്കടം തന്നെയാണ്. അത് വേറെ കാര്യം. അങ്ങനെ ബസ്സിൽ കയറി കുറച്ച് നേരമൊക്കെ ചമ്രം മടഞ്ഞിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ പതിവ് പോലെ കിടക്കുക, ഫോണിൽ സ്ക്രോൾ ചെയ്യുക, വല്ല സിനിമയും കാണുക. അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുക. അങ്ങനെ രാവിലെയായി നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു 7-7:15 ആകുമ്പോഴേക്കും നമ്മൾ മജസ്റ്റിക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോ കാത്തുക്കൽ യജ്ഞമായിരുന്നു. ഒരു 6-7 വട്ടം ഓട്ടോ ക്യാൻസൽ ചെയ്ത് അവസാനം ഒരെണ്ണം കിട്ടി. റൂമിൽ വന്നു, ബാഗ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു, ഫ്രഷായി വേഗം ഓടി ഓഫീസിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ വരമഹാലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഡേ ഉണ്ട്. സ്ത്രീകളെയൊക്കെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് വളയൊക്കെ കൊടുക്കും എന്നുള്ളത്. അങ്ങനെ എൻ്റെ ഓഫീസിലെ എൻ്റെ ജൂനിയർ, എൻ്റെ കൊളീഗ് എനിക്ക് വളയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫുൾ ഓഫീസ് മുഴുവൻ കുപ്പിവെള്ളം ഇട്ട് കിലുക്കി നടക്കുകയായിരുന്നു. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ കയ്യിൽ നിന്ന് പോയി. ഭയങ്കര മുഖതിയായിരുന്നു. മമ്മിയുള്ള കാരണം ഒന്നും അറിയണ്ടായിരുന്നു. കാത്തിരിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ കാത്തിട്ട് ഉമ്മർത്തിരിക്കുന്നുണ്ടാവും. ഉമ്മർത്തല്ല, നമുക്കൊരു വരാന്ത, ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മളിന്ന് സ്റ്റെപ്പ് കയറി വരുമ്പോൾ ആരോരും ഇല്ലാത്ത വീട്ടിലേക്ക് കയറി വരുന്നൊരു ഫീലായിരുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് അപ്പൂപ്പന്മാർ വരില്ലേ സ്കൂൾ പൂട്ടി, അതുപോലെ ഇവിടെ എന്നും ഫങ്ഷൻസാണ്. അപ്പോഴൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് കാണാറുള്ളതാണ്. രാത്രി കിടന്നാലും എണീറ്റ് വന്ന് കാണാറുണ്ട്. ഇന്നിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ വെടിക്കെട്ട് നടന്നിട്ട് പോലും ഞാൻ ഡോറ് പോലും തുറന്നു നോക്കിയില്ല. ഒരു ഇൻട്രസ്റ്റ് ഇല്ല പോയ പോലെ. ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് മമ്മി എന്തെങ്കിലും മേടിച്ചുകൊണ്ടിരണോ, വെച്ചുണ്ടാക്കണോ, കഴിക്കണോ എന്നല്ലാതെ ഞാൻ കുടുംബം നോക്കി തുടങ്ങിയ ഒരു ഫീൽ എനിക്ക് തോന്നിയത് ഇപ്പോഴാണ്. നമ്മളെന്തെങ്കിലും മേടിച്ച് വരണു, അവരത് കുക്ക് ചെയ്ത് തരണു, അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഞാൻ തന്നെ ഭയങ്കര മെച്യൂർഡായ പോലെ. ഹോസ്റ്റലിലാണെങ്കിൽ പോലും ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കണ ആളാണ്. ഇന്ന് വന്നിട്ട് ജസ്റ്റ് വീട്ടിൽ നിന്ന് കൊടുന്ന് ചിക്കൻ ചൂടാക്കി, ബിരിയാണി ഉച്ചയ്ക്ക് മേടിച്ചത് തട്ടിക്കൂട്ട് ഒന്ന് ചൂടാക്കി കഴിച്ചു. ഫുഡൊന്നും വെക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. മമ്മിക്ക് അറിയാത്ത ഒന്നും എനിക്കില്ല എന്നുള്ള രീതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കെട്ടിയോനും കൂടി വന്നപ്പോൾ 2 പേരായി എന്ന് പറഞ്ഞ പോലെയാണ്. ജോബിച്ചൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ്, ഫ്രണ്ട്ലിയാണ്, അതുപോലെ തന്നെ നല്ല കെയറിങ്ങുമാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അപ്പന്മാരായാലും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക, സ്നേഹിക്കുക, ചേർത്ത് നിർത്തുക. അത്രയൊക്കെ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിൽ നിന്ന് അവർ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ.